സച്ചിയുടെയും രേവതിയുടെയും കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമാലയുമായി ഓഡിറ്റോറിയത്തിലെത്തുന്ന സച്ചിയോടും രേവതിയോടും വിജയകുമാർ ദേഷ്യപ്പെടുകയും സച്ചിനെ മുറിയിൽ പൂട്ടിയിടാൻ പ്രവർത്തകരോട് പറയുകയും ചെയ്യുന്നു. തുടർന്ന് രേവതി സച്ചിയും വിജയകുമാറിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വണ്ടി കാണാതായ വിവരം എല്ലാവർക്കും ഷെയർ ചെയ്തത് കാണിക്കുകയും ചെയ്യുന്നു. അതോടെ വിജയകുമാറിന് ഇരുവരും പറഞ്ഞത് വിശ്വാസമാകുകയും മോശമായി പെരുമാറിയതിന് സച്ചിയോട് മാപ്പ് പറയുകയും നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പൂ കെട്ടിയ പണത്തിന്റെ കൂടെ 5000 രൂപ കൂടുതൽ സച്ചിക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് സച്ചിനെ തകർക്കാൻ പറ്റാത്തതോർത്ത് ആന്റണി നിരാശപ്പെടുന്നു. ശേഷം രേവതിയും സച്ചിയും പൂ കെട്ടിയ ചേച്ചിമാർക്ക് പണം കൊടുത്തെങ്കിലും അവരത് സ്നേഹത്തോടെ നിരസിക്കുന്നു. തുടർന്ന് ഈ കാശിന് സച്ചിയേട്ടൻ ഒരു കാർ വാങ്ങണമെന്ന് രേവതി തീരുമാനിക്കുന്നു. പിന്നീട് പൂമാല കാണാതായതോർത്ത് രവീന്ദ്രൻ ടെൻഷൻ അടിക്കുമ്പോൾ അവിടെ എത്തുന്ന സച്ചിയും രേവതിയും നടന്നെല്ലാം രവീന്ദ്രനോട് പറയുന്നു. തുടർന്ന് പണം രവീന്ദ്രന്റെ കൈ കൊടുത്ത് ഇരുവരും അനുഗ്രഹം വാങ്ങുകയും രവീന്ദ്രൻ ആ പണം തിരികെ രേവതിക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു. ശേഷം സച്ചി ഓട്ടം പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.